മൂന്നാറിലെ മറയൂർ ശർക്കര എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അവിടെ പോയി കാണാനും അവിടെ എങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയാനും ഞങ്ങൾക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് തവണ മൂന്നാറിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ഫാക്ടറി ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഫാക്ടറിയാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലായിടത്തും ശർക്കര ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അവർ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് കരിമ്പിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇങ്ങനെ 6 മണിക്കൂർ തിളപ്പിക്കും. ഇതിൽ നിന്നാണ് ജ്യൂസ് എടുക്കുക എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ട് 6 മണിക്കൂർ ബോയിൽ ചെയ്തിട്ട് ഈ കാണുന്ന സ്ഥലത്തേക്ക് ഈ ശർക്കര വാൾവ് തുറന്നിട്ട് ഇത് ഒഴിക്കും. എന്നിട്ടാണ് ശർക്കര ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞത്. അവിടെ നമുക്ക് കരിമ്പിൻ്റെ ഉണങ്ങിയ തോലുകളും കരിമ്പ് ഉണങ്ങാത്തതായിട്ടുള്ള കരിമ്പുകളും ഒക്കെ കാണാൻ കഴിഞ്ഞ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാൾവിലൂടെയാണ് ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ആ കരിമ്പിൻ ജ്യൂസ് എത്തുന്നത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മറയൂർ ശർക്കര ഫാക്ടറി ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന്. അതെന്തായാലും ഈ പോക്കിന് സാധിച്ചു. ഇനിയും ഒരുപാട് മൂന്നാറിലെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.